കേരള ടെക്നോളജി ഇന്നൊവേഷൻ സോൺ ഉൾപ്പെടുന്ന ഈ കോംപ്ലക്സ് നമ്മുടെ രാജ്യത്തിലെ മാത്രമല്ല സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് കോംപ്ലക്സായി മാറുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന് സമർപ്പിച്ച ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതുകയാണ്. ഇന്ത്യയിലെ മികച്ച ഇന്നൊവേഷൻ ക്യാമ്പസായി കേരളം മാറുമ്പോൾ അത് മുൻപെങ്ങും ഇല്ലാത്ത വിധം ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്ക് വളരാനും വികസിക്കാനും വേണ്ട സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് സോൺ യാഥാർത്ഥ്യമായിരിക്കുന്നു. കേരളം ഇനി ടെക്നോളജിയുടെയും ഇന്നൊവേഷന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ഹബ്ബായി മാറുകയാണ്. അതിന് കേരളത്തെ കൈപിടിച്ചുയർത്താൻ ശേഷിയുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ ഒരുക്കിയിരിക്കുന്നത്. I consider this to be a watershed day for Kerala, primarily because of the fact that rather than sheer numbers or quantity, the qualitative aspect of this whole setting is very, very exciting. The very fact that the entire building, the entire space that has been earmarked for startups have already been sold out is a very exciting thing. From a small incubators and individual startup companies, now it's going to become an ecosystem by itself here. And the other thing is, I think this also can be a model for many others to look at it, where they come, they can find out the type of products which our companies make, they can learn from each other, a lot of discussions can happen. It is going to be an open innovation space. Those aspects will follow. 13 ഏക്കറിലധികം വരുന്ന ടെക്നോളജി ഇന്നൊവേഷൻ സോണിലാണ് 1,80,000 സ്ക്വയർ ഫീറ്റിൽ ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് യാഥാർത്ഥ്യമായത്. ഇതോടെ 100 കണക്കിന് ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നൽകി ഇൻക്യുബേറ്റ് ചെയ്യാൻ ഈ ഇന്നൊവേഷൻ കോംപ്ലക്സിനാകും. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മേക്ക് വില്ലേജിന്റെ രാജ്യത്തെ ഏറ്റവും വിപുലമായ സൗകര്യങ്ങളോടെയുള്ള ഇൻക്യുബേഷൻ സെന്ററും പുതിയ കോംപ്ലക്സിലുണ്ട്. I would say that this launch of Mega Village is the initiation of the generation of a coming back brigade. Those who have gone out of Kerala, those who want to start something in Kerala, they are all going to come back and set up their shop here. ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകൾക്കുള്ള രാജ്യത്തെ ആദ്യ ഇന്റർനാഷണൽ ആക്സിലറേറ്റർ ബ്രിങ്, ക്യാൻസർ ഡയഗ്നോസിസ് കെയറിൽ നൂതന സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഇനീഷ്യേറ്റീവ് ബ്രിക് എന്നിവയും ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിന്റെ ഭാഗമാണ്. യൂണിറ്റി, സെറ, ഫെഡറൽ ബാങ്ക് തുടങ്ങിയവയുടെ സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്രങ്ങളും ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിലുണ്ടാകും. ബയോടെക്നോളജിയുടെ ഗവേഷണത്തിനായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ നേതൃത്വത്തിൽ ബയോനെസ്റ്റും പുതിയ കോംപ്ലക്സിൽ പ്രവർത്തിക്കും. ടെക്നോളജിയെയും സ്റ്റാർട്ടപ്പുകളെയും സംബന്ധിച്ച പാനൽ ചർച്ചകളും സർക്കാരിന്റെ സ്കീമുകൾ വിശദമാക്കുന്ന സ്റ്റാർട്ടപ്പ് ക്ലിനിക്കും മെന്റേഴ്സ് ക്ലിനിക്കും ഫാബ് ലാബ് വർക്ക്ഷോപ്പും ലോഞ്ചിന്റെ ഭാഗമായി നടന്നു.